12ഉം 13ഉം വയസ്സ് പ്രായമുള്ള ജസ്തീൻഡ ബാർബര എന്നീ 2 കുട്ടികൾക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഗേറ്റ്സ് വേൾഡ് എന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ പ്രത്യക്ഷീകരണത്തിൽ വന്ന പരിശുദ്ധ അമ്മയെ നാം വിളിക്കുന്നത് ഗേറ്റ്സ് വേൾഡിലെ അമ്മ എന്നാണ്. പോളണ്ടിലെ ഈ ഒരു കൊച്ചു ഗ്രാമത്തിൽ 160 തവണ ഈ കുട്ടികൾക്ക് മുമ്പിൽ ഈ അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്നിട്ട് അവരുടേതായ ഭാഷയിൽ അവരുടേതായ രീതിയിൽ പല തവണ ഇങ്ങനെ അവരോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. പോളിഷ് ഭാഷയിലാണ് സംസാരിച്ചത്. പോളിഷ് ഭാഷയിൽ സംസാരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ ഈ കുട്ടികളുടെ അടുക്കൽ വന്ന് അവരുടേതായ ഭാഷയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നവർക്കൊക്കെ വലിയൊരു ആശ്വാസമായിരുന്നു. കാരണം 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ പോളണ്ട് ആക്രമിക്കപ്പെടുകയും ശിഥിലീകരിക്കപ്പെടുകയും അവരുടെ ആചാരം, വിശ്വാസം, സംസ്കാരം, എന്തിന് ഭാഷ പോലും അവരിൽ നിന്ന് അടർത്തി മാറ്റപ്പെടുകയും ചെയ്തൊരു കാലഘട്ടം. അവരുടെ ഭാഷ സംസാരിക്കാൻ പാടില്ല, അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ പാടില്ല, അവരുടെ ആചാരങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. അങ്ങനെ ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ അവരുടേതായ ഭാഷ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്ക് കഠിന ശിക്ഷ ലഭിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ കന്യകാമറിയം ഈ 2 കുട്ടികളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് 1-2 തവണയല്ല 160 തവണ പ്രത്യക്ഷപ്പെട്ട് അവരുടേതായ ഭാഷയിൽ സംസാരിക്കുക. ഇത് അവരെ സംബന്ധിച്ചിടത്തോളവും അവരെ കേട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളവും അമ്മ അവർക്ക് കൊടുത്ത ഒരു വാഗ്ദാനം പോലെയായിരുന്നു. ആരൊക്കെ നിങ്ങളെ വിട്ടുപേക്ഷിച്ചാലും എൻ്റെ മകൻ നിങ്ങളെ വിട്ടുപേക്ഷിക്കത്തില്ല എന്നതിൻ്റെ ഒരു നേർസാക്ഷ്യമായിരുന്നു ഈ അമ്മയുടെ അവരുടെ മുമ്പിലുള്ള ഓരോ പ്രത്യക്ഷപ്പെടലും. ഈ അമ്മ അവർക്ക് 5 പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതിലൊന്ന് ജപമാല ചൊല്ലുക, 2 കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുക, 3 സഭയോട് ചേർന്ന് നിൽക്കുക, 4 പാപത്തിൽ നിന്ന് അകന്നു നിൽക്കുക, 5 വിശ്വാസം സംരക്ഷിക്കാൻ പടപൊരുതുക. പ്രിയമുള്ളവരെ, ഏറ്റവും അവസാനത്തെ പ്രത്യക്ഷീകരണത്തിൽ ആ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഒരു ഉറവ ഉണ്ടായിരുന്നു. ആ ഉറവയിൽ നിന്ന് ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് ഒരുപാട് അത്ഭുത രോഗശാന്തികൾ നിങ്ങൾക്ക് ലഭിക്കും എന്നൊരു വാഗ്ദാനം കൂടെ അമ്മ കൊടുത്തിട്ടാണ് അവിടെ നിന്ന് പോയത്. തൽക്കാലത്തേക്ക് ഞാൻ നിങ്ങളെ വിട്ടുപോകുന്നു, പക്ഷേ ഞാൻ നിങ്ങളെ ഒരിക്കലും വിട്ടുപിരിയത്തില്ല എന്നൊരാഹ്വാനം കൂടെ ഈ നീരുറവയിലൂടെ അമ്മ മക്കൾക്ക് നൽകുകയായിരുന്നു. അതിന്നും ഇപ്പോഴും അവിടെ നിലവിലുണ്ട്. ഈ പ്രത്യക്ഷപ്പെടലിലൂടെ അമ്മ പറഞ്ഞ 5 കാര്യങ്ങൾ അതിന്നും ഇവിടെയും വളരെ പ്രധാനപ്പെട്ടതാണ്. ജപമാല ചൊല്ലാം, കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കാം, സഭയോട് ചേർന്ന് നിൽക്കാം, പാപത്തിൽ നിന്ന് അകന്നു നിൽക്കാം, വിശ്വാസം സംരക്ഷിക്കാൻ നമുക്ക് പടപൊരുതാം. പ്രാർത്ഥിക്കാം.